എല്ലാവർക്കും സിദ്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ബനാന വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഈവനിങ് സ്നാക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ പഴം വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മീഡിയം സൈസ് വലുപ്പമുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് വല്ലാണ്ട് പഴുത്തു പോയിട്ടുള്ള പഴമല്ല. പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് പച്ചരിയാണ് ഈ ഒരു കലത്തപ്പം തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. പച്ചരി ആദ്യം നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു 4 മണിക്കൂറാണ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. വെള്ളം നന്നായി തെളിയുന്ന വരെ കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരിയാണിത്. അതിനകത്ത് പഴത്തിനെയൊക്കെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത പഴമാണെങ്കിൽ ഉടഞ്ഞു പോവുകയുള്ളൂ, നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വല്ലാണ്ട് പഴുക്കാത്ത പഴമാണ് നമ്മൾ ഈ ഒരു കലത്തപ്പം തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. പഴത്തിന് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കലത്തപ്പം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ്. ഞാൻ 6 കൊച്ചുള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ മിൽമയുടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നെയ്യൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഒരുവിധം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളി ചേർക്കാം. ഇനി കൊച്ചുള്ളിയും ചേർത്ത ശേഷം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൊച്ചുള്ളി ചേർക്കുമ്പോൾ ഈ ഒരു കലത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടുന്നതാണ്. നെയ്യിൽ ഈ ഉള്ളിയും തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ് കിച്ചണിൽ കിട്ടുന്നത്. അങ്ങനത്തെ തേങ്ങയും അതുപോലെ തന്നെ കൊച്ചുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനത്തെ തേങ്ങ ഉള്ളിയൊക്കെ നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴമാണ് ചേർക്കേണ്ടത്. പഴം ഇതേ നെയ്യിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പഴം നെയ്യായിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കലത്തപ്പത്തിന് കിട്ടുന്നത്. അപ്പോൾ പഴം നെയ്യിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. പഴം വെന്ത് വരുമ്പോഴേക്കും ഞാനൊരു 1/4 കപ്പ് തേങ്ങയൊന്ന് തേങ്ങാപ്പീരയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് നമ്മൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ഏലക്കയുടെ കുരുവും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളമൊന്നും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്താ നമ്മുടെ അരിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കാം. അതിനകത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് മിക്സി കഴുകിയ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഞാനൊന്നും അങ്ങനെ ഉടച്ചും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിൽ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 അച്ചാണ് ശർക്കരപ്പാനി ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു 3 അച്ച് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കുന്നത്. അരച്ച് വെച്ച മാവിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഉണ്ടല്ലോ, ഇതിൻ്റെ പകുതിയാണ് നമ്മൾ ഈ ഒരു മാവിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പകുതിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം തേങ്ങയും പഴവും ഉപ്പും ആയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവിരിക്കുന്നത്. എല്ലാം നന്നായി മിക്സായി വരണം.
അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ തിളപ്പിച്ചെടുത്താൽ മതി. ഒരു നൂൽപ്പരിവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെയാണ് ഈ ഒരു ശർക്കരപ്പാനി അരിച്ചൊഴിക്കേണ്ടത്. ആ അരിച്ചൊഴിക്കുമ്പോൾ തന്നെ നന്നായി ഇളക്കിയും കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ആ ശർക്കരപ്പാനി ആവുന്ന ഭാഗം മാത്രമേ ഒന്ന് വെന്ത് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കണം. ശർക്കരപ്പാനി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ യോജിപ്പിക്കണം. പിന്നെ ചൂടോടുകൂടി ശർക്കരപ്പാനി ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരോട് കൂടിയിട്ടുള്ള കലത്തപ്പം കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മധുരവും ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കലത്തപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞി കലത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അങ്ങനെ നെയ്യൊക്കെ ചേർത്ത ശേഷം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ചൂടോടുകൂടി ഇരിക്കുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് മാവ് കോരി ഒഴിക്കാൻ. അങ്ങനെ മാവ് ഒഴിക്കുന്ന സമയത്ത് നന്നായി ഇളക്കിയ ശേഷം വേണം നമ്മളിതിലേക്ക് മാവ് കോരി ഒഴിക്കാൻ. ഞാനിവിടെ ഇപ്പോൾ ഇതിലേക്ക് 2 തവി മാവാണ് കോരി ഒഴിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ പഴവും ഫ്രൈ ചെയ്തതും ചേർക്കാം. സൈഡൊക്കെ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം. അങ്ങനത്തെ സൈഡൊക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. സൈഡൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിടാം. ഇത് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ മോൾവശം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കലത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മറിച്ചിടാം. അങ്ങനത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കലത്തപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബനാന കുഞ്ഞിക്കലത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു കലത്തപ്പം വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതോ അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കുഞ്ഞിക്കലത്തപ്പം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് 7 കുഞ്ഞിക്കലത്തപ്പമാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റാണ്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. നിറയെ ആരുകളോട് കൂടിയിട്ടാണ് ഈ ഒരു കലത്തപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല ആരോട് കൂടിയിട്ടുള്ള ഈ ഒരു കലത്തപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.